ഹലോ എവരി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള ടോപ്പിക്കാണ്. 4th സെം BCom ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ള സബ്ജക്റ്റിലും അതുപോലെ തന്നെ BA ഹിസ്റ്ററിയുടെ 3rd സെമ്മിലുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2 എന്നുള്ള സബ്ജക്റ്റിലും വരുന്നൊരു ടോപ്പിക്കാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെഫിനേഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിനെ നമുക്ക് മെയിനായിട്ട് രണ്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. പ്രൈമറി ഫംഗ്ഷൻസും സെക്കൻഡറി ഫംഗ്ഷൻസും. പ്രൈമറി ഫംഗ്ഷൻസിൽ വരുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയുമാണ്. നമ്മളിത് മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് പറയുന്ന സമയത്ത് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും ചെയ്യുന്ന ബാങ്കുകളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ അതുതന്നെയാണ് ഇതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. സോ പ്രൈമറി ഫംഗ്ഷൻസിനെ നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും: ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, മിസ്ലേനിയസ് ഫംഗ്ഷൻ. ഓക്കെ, സോ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് നമുക്കുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് 4 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ ആദ്യത്തെ ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ലംസം എമൗണ്ട് ഓഫ് മണി ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. അതായത് കുറച്ച് പൈസ, കുറച്ച് എമൗണ്ട് നമ്മൾ കുറച്ച് കാലത്തേക്ക് വേണ്ടി നമ്മൾ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ബാങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. സോ ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്ത് ഒരു FD റെസീപ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു റെസീറ്റ് നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് വേറെ എന്തെങ്കിലും ലോൺ എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പണയം വെക്കാനായിട്ട് ഈ ഒരു FD റെസീറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. FDകൾക്കാണ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് ഏറ്റവും ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക്കിലുള്ള സേവിങ് മെന്റാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, സേവിങ്സ് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന അക്കൗണ്ട്സ് ഒക്കെ സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. സോ അതിൽ നമ്മൾ മിനിമം ബാലൻസ് വെക്കണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും വിഡ്രോവൽസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ATMൽ നിന്ന് അറ്റ് എ ടൈം നമുക്ക് 10,000 rupees ആണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയും നമുക്ക് വിഡ്രോവൽ ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഡ്രോവൽസിന് ഓരോ അക്കൗണ്ടിനും അതിനനുസരിച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. ഡെപ്പോസിറ്റിന് പ്രത്യേകിച്ച് സേവിങ്സ് ബാങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. മിനിമം ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും FDൻ്റെ അത്രയൊന്നും വരില്ല, അതിനേക്കാളും കുറവായിരിക്കും വരുന്നുണ്ടായിരിക്കും. ഈ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഇൻട്രൊഡക്ടറി റെഫറൻസ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല എന്നുള്ള രീതിക്കാണ്. ഇൻട്രൊഡക്ടറി റെഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു എംപ്ലോയിയോ ഓൾറെഡി ഉള്ളൊരു കസ്റ്റമറോ നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു രീതിയാണ് ഇൻട്രൊഡക്ടറി റെഫറൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓപ്ഷണലാണ്, അങ്ങനെ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ ഇൻട്രൊഡക്ടറി റെഫറൻസിലാണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ സൈന് നമ്മൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഈ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് തരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് പാസ്ബുക്ക്, ഒന്ന് ചെക്ക് ബുക്ക്, പിന്നെ ഒന്ന് പേ ഇൻ സ്ലിപ്പ്. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം, ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചെക്ക് ഇഷ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ബുക്ക് യൂസ് ചെയ്യുന്നു. പേ ഇൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ ചെക്ക് ബുക്കും പേ ഇൻ സ്ലിപ്പും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാങ്ക് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടുകൾ സാധാരണയായിട്ട് ബിസിനസ് പേഴ്സൺസ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിന് വിഡ്രോവൽസിനോ ഡെപ്പോസിറ്റിനോ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം എന്നുള്ള രീതിക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. സോ ബിസിനസ് പേഴ്സൺസ് ആവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് കറണ്ട് അക്കൗണ്ടാണ് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടായിരിക്കുക. 0 ബാലൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. കാരണം ഡെയിലി ഒരുപാട് ഡെപ്പോസിറ്റും ഒരുപാട് വിഡ്രോവൽസും വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ടറി റെഫറൻസ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ടറി റെഫറൻസ് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്.
നമ്മളുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ ഉള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു അവർ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ ആ ഒരു അഡീഷണൽ വിഡ്രോ ചെയ്ത എമൗണ്ടും പ്ലസ് ഇൻട്രസ്റ്റും ചേർത്ത് നമ്മൾ തിരിച്ച് കൊടുത്താൽ മതി. ആ രീതിയിലുള്ളൊരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുക. അത് കറണ്ട് അക്കൗണ്ടിനാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആണ് അവരെന്ത് പറയുന്നത്, ഇൻട്രൊഡക്ടറി റെഫറൻസ് നിർബന്ധമായിട്ട് വേണം എന്ന് പറയുന്നത്. കാരണം പരിചയമുള്ള ആരെങ്കിലും ഇല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കുക എന്ന് പറയുന്നത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരാൾ റെഫർ ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നത്. ഈ അക്കൗണ്ടിൽ 3 ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക: പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, പെയിൻ സ്ലിപ്പ്. ദെൻ നെക്സ്റ്റ് ആണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് എമൗണ്ട് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ പേ ചെയ്യുന്നതിനെയാണ് റിക്കറിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു 100 രൂപ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കൊല്ലത്തിന് അടയ്ക്കുകയാണ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ബാങ്ക് ഒരു പാസ്ബുക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ ആ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും ബാങ്ക് തിരിച്ച് ആ കസ്റ്റമറിന് കൊടുക്കും. ഇതും സേവിങ് മെൻറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെ വരുന്നൊരു അക്കൗണ്ടിൻ്റെ ടൈപ്പാണ്. ഇൻട്രസ്റ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ FDനേക്കാൾ കുറവായിരിക്കും. ഏറ്റവും ഹയർ ഇൻട്രസ്റ്റ് വരുന്നത് FDയിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 75% നമ്മൾ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് ലോൺ എടുക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. സോ ഇങ്ങനെ 4 തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണ് നമുക്ക് മെയിനായിട്ട് ബാങ്കിലുള്ളത്. സോ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്നുള്ള പ്രൈമറി ഫംഗ്ഷനിൽ ബാങ്ക് ചെയ്യുന്നത് ഈ 4 അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്ത് കൊടുത്ത് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ ഇത് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരച്ചതാണ്. ആൻഡ് ഈ 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെയും ഡിഫറൻസും സിമിലാരിറ്റീസിൻ്റെയും നോട്ട്സ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇത് പഠിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൈമറി ഫംഗ്ഷനായിട്ട് വരുന്നതാണ് ലെൻഡിങ് മണി എന്ന് പറയുന്നത്. ലെൻഡിങ് മണിയിൽ ആദ്യത്തെ ആണ് ലോൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ബാങ്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ലോൺ എന്ന് പറയുന്നത്. ഇതൊരു ഫിനാൻസ് ഫെസിലിറ്റി ആണ്. ഈ ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആവാം, മീഡിയം ടേം ആവാം, അല്ലെങ്കിൽ ലോങ് ടേം ആവാം. ഷോർട്ട് ടേം ആണ് എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1 ഇയർ ആണ്. മീഡിയം ടേം ആണെന്നുണ്ടെങ്കിൽ 1 to 3 years ആണ്. എബവ് 3 year ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് ടേം ലോൺസ് എന്ന് പറയാം. ലോൺ ഒരിക്കലും ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കില്ല. എന്തെങ്കിലും ഒരു അസറ്റ് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ലോണിന് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ റേറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ലെൻഡിങ് ഫംഗ്ഷനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളത്. നമ്മളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുക. കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കുക. ഇതിനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട്, പക്ഷേ ലോണിനേക്കാൾ കുറവായിരിക്കും യൂഷ്വലി ഇതിന് ഇൻട്രസ്റ്റ് വരുന്നുണ്ടായിരിക്കുക. ഒരു പേഴ്സണൽ ഷുവർട്ടി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന എമൗണ്ടിന് മാത്രമായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഓരോ അക്കൗണ്ടിനും ഓരോ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ അക്കൗണ്ടിൽ 10,000 ആണ് ലിമിറ്റ് ഓവർ ഡ്രാഫ്റ്റ്. അത് നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ 10,000 കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നാണെന്ന് വിചാരിക്കും. പക്ഷേ അതിലൊരു 5,000 മാത്രമേ ആ പേഴ്സൺ വിഡ്രോ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് 5,000 മാത്രമാണ്. അല്ലാതെ ടോട്ടൽ 10,000 ലിമിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന് മുഴുവനായിട്ട് കൊടുക്കണം എന്നില്ല. എത്രയാണോ നമ്മൾ അഡീഷണൽ ആയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇത് ഷോർട്ട് ടൈമിലേക്കായിരിക്കും കൊടുക്കുക. ഒരുപാട് സമയമൊന്നും കൊടുക്കില്ല ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്ന പേഴ്സണെ അല്ലെങ്കിൽ ആ കസ്റ്റമറിനെ ബാങ്കിന് പേഴ്സണലി പരിചയമുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുള്ളൂ. ദെൻ മൂന്നാമത്തെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു ലെൻഡിങ് ഫംഗ്ഷനെയാണ് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുക. അതായത് ക്യാഷ് ക്രെഡിറ്റിന് കൊടുക്കുക, അതിനെയാണ് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പാർട്ടി ഷുവർട്ടിയോ പേഴ്സണൽ ഷുവർട്ടിയോ ഡോക്യുമെൻറ്റ്സോ നമ്മൾ സബ്മിറ്റ് ചെയ്താലേ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കാറുള്ളൂ. ഈ ക്യാഷ് ക്രെഡിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമില്ല. അതുപോലെ തന്നെ എത്ര എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തോ അതിന് മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ള ലെവലല്ല നമുക്കുള്ളത്. എത്രയാണോ ക്യാഷ് ക്രെഡിറ്റ് നമുക്ക് അലോ ചെയ്ത് തരുന്നത് അതിന് മുഴുവനായിട്ടും നമ്മളത് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും നമ്മളതിന് ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് കുറവും, ഓവർ ഡ്രാഫ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇൻട്രസ്റ്റ് കൂടുതലുമാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫർദർ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ് എന്നുള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് പരിചയമുള്ളൊരു ടേം ആയിരിക്കും.
ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്ത്, അതായത് ക്യാഷ് കൊടുക്കാതെ നമ്മൾ കടം പറഞ്ഞ് സാധനം വാങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണ്, പൈസ പിന്നെ തരാം എന്ന് പറയുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, സോ ആ കടക്കാരൻ എന്ത് ചെയ്യും, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യും. ഇന്ന സമയത്ത് ഇന്ന ആൾ ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, സോ അവരാണ് നമ്മൾ ഡ്രോയർ എന്ന് പറയുക. അതിനുശേഷം ഞാനാണല്ലോ പൈസ കൊടുക്കാനുള്ളത്, സോ ഞാൻ അത് സൈൻ ചെയ്ത് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പറയുന്നതായിരിക്കും. സോ പിന്നീട് എനിക്ക് ഈ 6 മാസമാണ് സമയം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷമാണ് ഞാൻ പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, സോ കടക്കാരന് കുറച്ച് ദിവസം കഴിഞ്ഞതും പൈസ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് തരുള്ളൂ എന്നുള്ളത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കടക്കാരൻ എന്ത് ചെയ്യും, നേരെ അങ്ങയുടെ ബാങ്കിൽ പോയിട്ട് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിസ്കൗണ്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. ഈ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 റുപ്പീസാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എഴുതിയിരിക്കുന്നത് വിചാരിക്കും. എക്സാമ്പിളാണ് കേട്ടോ, 100 രൂപയ്ക്കൊന്നും ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരില്ല, വലിയ എമൗണ്ട്സ് ആയിരിക്കും. സോ ഒരു 100 രൂപയാണ് അതിലുള്ള എമൗണ്ട് എന്ന് ഫോർ എക്സാമ്പിൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഒരു 90 രൂപ കടക്കാരന് അപ്പം തന്നെ കൊടുക്കും. ഓക്കെ, സോ കടക്കാരനും ഇതുമായിട്ടുള്ള പരിപാടി അവിടെ കഴിയുകയാണ്. അതിനുശേഷം ഈ 6 മാസം കഴിഞ്ഞിട്ട് ബാങ്ക് എൻ്റെ കയ്യിൽ നിന്നും 100 രൂപ വാങ്ങിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ബാങ്കിന് എന്താ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് അവിടെ കൊടുത്ത് 90 രൂപയാണ്, എൻ്റെ നിന്ന് വാങ്ങുന്നത് 100 രൂപയാണ്. സോ ആ 10 രൂപ എന്ന് പറയുന്നത് ബാങ്കിന് കിട്ടുന്ന ലാഭമാണ്. കടക്കാരന് എന്താ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് എപ്പോഴാണോ പൈസ ഭയങ്കര നെസസറി ആയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ പൈസ കിട്ടി, ഇത്രയും കാത്തിരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് കടക്കാരനുള്ള ലാഭം എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാം. സോ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. അതും ബാങ്കിൻ്റെ ഒരു ലെൻഡിങ് ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ആണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻഡിങ് ഫെസിലിറ്റി ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുക. ഇതിപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ EMIയിലൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ വരുന്നതാണ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇത് ഷോർട്ട് ടേമും മീഡിയം ടേമും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ലെൻഡിങ് ഫംഗ്ഷനാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിനെയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. കോൾ ചെയ്തിട്ട് മണി വേണം എന്ന് പറയുക എന്നുള്ള രീതിക്ക് തന്നെയാണ് വരുന്നത്. അവർലി ടൈമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മണി അറ്റ് കോൾ എന്ന് പറയാം. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും പൈസ റോൾ ചെയ്യുന്നതിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ മണി അറ്റ് കോൾ യൂഷ്വലി ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്രയുമാണ് ബാങ്കിൻ്റെ ലെൻഡിങ് ഫംഗ്ഷൻസിൽ വരുന്നത്. സോ പ്രൈമറി ഫംഗ്ഷൻസിൽ 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ലെൻഡിങ് ഫംഗ്ഷൻസിൽ ഇത്രയും ലെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രൈമറി ഫംഗ്ഷനിൽ തന്നെ മൂന്നാമത്തെ ആണ് മിസ്സലേനിയസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൈമറി ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും അല്ല എന്നുള്ള രീതിക്ക് വരുന്നതിനെയാണ് മിസ്സലേനിയസ് ഫംഗ്ഷൻ എന്നുള്ളതിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലാദ്യത്തെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ നോട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ, അത് കൂടുകയോ ഒന്നും ചെയ്യില്ല. അതേസമയം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ ആൾക്കാരുടെ കയ്യിൽ റോൾ ചെയ്ത് തരുന്ന സമയത്ത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും, നമുക്കതിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കില്ല. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ള രീതിക്കൊക്കെ സംഭവിക്കില്ലേ? സോ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണീനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയാം. സോ നമ്മളുടെ ബാങ്കിൽ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റുകളാണ് ഉണ്ടാവുക. പ്രൈമറി ഡെപ്പോസിറ്റും ഡിറൈവ്ഡ് ഡെപ്പോസിറ്റും. പ്രൈമറി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്നുള്ള ആ പൈസ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും, ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോൺ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുമാണ്. സോ ബാങ്ക് ഏറ്റവും കൂടുതൽ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? ഡിറൈവ്ഡ് ഡെപ്പോസിറ്റിലാണ്. ബിക്കോസ് ലോൺ കൊടുക്കുമ്പോഴാണ് ബാങ്കിന് എന്ത് കിട്ടുള്ളൂ? ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, സോ ആ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മണി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫംഗ്ഷനിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് കാർഡ്സ് എന്ന് പറയുന്നത്. അത് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള അഡീഷണൽ ആയിട്ടുള്ള സർവീസസ് നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ബാങ്കിൻ്റെ തന്നെ ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് ആണ് EFT എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഫണ്ടിനെ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതിനെയാണ് EFT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രൈമറി ഫംഗ്ഷൻസിൽ വരുന്നത്. ഇനി സെക്കൻഡറി ഫംഗ്ഷൻസിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത്: ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും.
ഏജൻസി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ബാങ്ക് കൊടുക്കുന്ന അഡീഷണൽ സർവീസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഏജൻസി സർവീസസ് എന്ന് പറയുക. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫർദർ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുക. സോ അവർക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന സർവീസസ് ആണ് ഏജൻസി സർവീസസ്. ഈ അഡീഷണൽ സർവീസ് കൊടുക്കുന്നതിന് ഒരു സർവീസ് ചാർജ് ബാങ്ക് ഈടാക്കുന്നതായിരിക്കും. ഈ ഏജൻസി സർവീസസ് ആയിട്ട് വരുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഡിവിഡൻറ്റും ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻസും ഒക്കെ കളക്ട് ചെയ്യുക, ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുക, റെമിറ്റൻസ് ഓഫ് ഫണ്ട് ചെയ്യുക, അതേപോലെ സ്റ്റാൻഡിങ് ഓർഡേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് കസ്റ്റമർ പറയുന്ന ഓർഡറുകളൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് ഒക്കെ അനുസരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുക, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ചെയ്യുക. അങ്ങനെ കസ്റ്റമർക്ക് വേണ്ടി അവർ പറയുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന സർവീസസ് ആണ് ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസ് ചാർജ് ഈടാക്കുന്നതായിരിക്കും. ദെൻ സെക്കൻഡറി ഫംഗ്ഷൻസിലെ രണ്ടാമത്തെ ആണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. കസ്റ്റമർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അവൈൽ ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നത്. ഇത് ജനറൽ ആണ്. സോ കസ്റ്റമേഴ്സിനും നോൺ കസ്റ്റമേഴ്സിനും ഒരേപോലെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അതിൽ വരുന്നത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, നമ്മുടെ ലോക്കർ ഫെസിലിറ്റി, ഗിഫ്റ്റ് ചെക്ക്, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ വരുന്നുണ്ടായിരിക്കുക, ജനറൽ യൂട്ടിലിറ്റി സർവീസസിൽ വരുന്നുണ്ടായിരിക്കുക. സോ ഇത്രയുമാണ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷനിൽ പ്രൈമറി ഫംഗ്ഷനും ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷനും ഉണ്ട്. പ്രൈമറി ഫംഗ്ഷനിൽ നമുക്ക് വരുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, മിസ്ലേനിയസ് ഫംഗ്ഷൻ എന്നുള്ള 3 സെക്കൻഡറി സർവീസസിൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫംഗ്ഷൻസിൽ നമുക്ക് വരുന്നത് ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസുമാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.